الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിരന്തരമായി നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് അവനോടുള്ള കടമകളും കടപ്പാടുകളും നാം നിർവഹിക്കേണ്ടത് അവന് മാത്രം ആരാധനകൾ സമർപ്പിച്ചുകൊണ്ടാണ്. ഒരടിമ ഉടമക്ക് സമർപ്പിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രമുഖമായതാണ്, പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിയെ മറ്റു ജനവിഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന പ്രകടമായ അടയാളമാണ്, ചിഹ്നമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. നമസ്കാരം ശരിയായ വിധം നിലനിർത്താത്ത ഒരു വ്യക്തി, നമസ്കാരം തന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് എന്നുള്ളത് അംഗീകരിക്കാത്ത ഒരു വ്യക്തി ഇസ്ലാമിക സമൂഹത്തിൽ അംഗമാകാൻ അർഹതയുള്ളവനല്ല എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാർ നമസ്കാരമാണ്. ആരെങ്കിലും നമസ്കാരത്തെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും ഫഖദ് കഫറ, അവൻ നിഷേധിയായി മാറിയിരിക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കസ് സലാ. ഒരു മനുഷ്യന്റെയും അവിശ്വാസത്തിന്റെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും ഇടയിലുള്ളത് നമസ്കാരമാണ്. നമസ്കാരത്തെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ, നമസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മുസ്ലിമിനെയും മുസ്ലിമല്ലാത്ത വ്യക്തിയെയും വേർതിരിച്ചു നിർത്തുന്നത്. മുഅ്മിനിനെയും കാഫിറിനെയും മുശ്രിക്കിനെയും വേർതിരിച്ചു നിർത്തുന്ന പ്രകടമായ അടയാളമാണ് നമസ്കാരം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും നമസ്കാരത്തെ ബോധപൂർവം ഒഴിവാക്കുകയാണെങ്കിൽ അവൻ മുഅ്മിനല്ല
വിശ്വാസിയല്ല, ഇസ്ലാമിക സൊസൈറ്റിയിൽ അംഗമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. നമസ്കാരത്തെ വർദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു ഹദ്ദുമില്ല, യാതൊരു ഓഹരിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മേൽ 5 നേരം നിർബന്ധമായും അനുഷ്ഠിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള നമസ്കാരം അനുഷ്ഠിക്കേണ്ടതില്ല, അത് നിർബന്ധമില്ല, അത് കാത്തുസൂക്ഷിക്കേണ്ടതില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ, വാദിക്കുന്നുവെങ്കിൽ, അപ്രകാരം നിരന്തരമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ പേര് അറബിയുള്ള മുഴുവൻ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണെങ്കിലും അവൻ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവപൂർവമാണ് പണ്ഡിതന്മാരിതിനെ വീക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മിൽപ്പെട്ട പല ആളുകൾക്കും, ഇസ്ലാമിക സൊസൈറ്റിയിലുള്ള പല ആളുകൾക്കും ഈ നിർബന്ധമായ കർമ്മത്തിന്റെ പ്രാധാന്യം പലപ്പോഴും അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് വഅമൂദുഹു അസ്സലാ എന്നാണ്. ഇസ്ലാമിന്റെ സ്തംഭം എന്ന് പറയുന്നത് നമസ്കാരമാണ്. കെട്ടിടം ശരിയാം വിധം നിലനിൽക്കണമെങ്കിൽ തൂണുകൾ അനിവാര്യമാണ്. അതേപ്രകാരം ഇസ്ലാമാകുന്ന കെട്ടിടത്തിൽ ഒരു വ്യക്തിക്ക് വസിക്കാൻ സാധിക്കണമെങ്കിൽ നമസ്കാരമാകുന്ന സ്തംഭം അനിവാര്യമാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമസ്കാരത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, നമസ്കാരം എന്ന നിർബന്ധമായ ബാധ്യതയെ നിരാകരിക്കുന്ന ഒരു വ്യക്തിയുമായി മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബന്ധമുണ്ടാകേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള വ്യക്തികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെയും അത് അസാധുവാണ്. അവർക്ക് അനന്തരാവകാശം കൊടുക്കുവാൻ പാടുള്ളതല്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിംകൾ മറമാടപ്പെടുന്ന പൊതുശ്മശാനങ്ങളിൽ അവരെ മറമാടേണ്ടതില്ല. മരണാനന്തര കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിമിന്റെ പേരിൽ സമൂഹത്തിന് ബാധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമസ്കാരത്തെ പരിപൂർണമായും ഒഴിവാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതയില്ല എന്നാണ് പണ്ഡിതന്മാർ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിലുള്ള ഒട്ടധികം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ശരിയാം വിധം ഈ അധ്യാപനം നാം പഠിപ്പിച്ചു കൊടുത്തേ പറ്റും. നാം ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് നാം ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്താറില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഉന്നതമായ ശ്രേണിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി സുസ്ഥിരതയുള്ള കുടുംബത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ടതില്ല എന്നതാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിലപ്പുറമാണ് മതത്തിന്റെ കാര്യം. മതബോധമുണ്ടോ, മതനിഷ്ഠയുണ്ടോ എന്ന് പരിശോധിക്കണം. നമസ്കരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. നാട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് തന്നെയും ചില തെറ്റിദ്ധാരണകളുള്ളത്. നമസ്കാരം അനിവാര്യമാണ്, നമസ്കാരം നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയും സംഘടിതമായ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാത്തവരാണ്. എന്നാൽ ഖുർആനും ഹദീസും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് ശാരീരികമായ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളില്ലെങ്കിൽ, ഭൗതികമായ ഭീതി നിലനിൽക്കുന്നില്ലെങ്കിൽ
പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ്. സൂറത്ത് തൗബയിലെ 11-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ, ഫഇൻ താബൂ വഅഖാമുസ്സലാ വആതവുസ്സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവർ പാശ്ചാത്യപ്പെട്ട് മടങ്ങിയാൽ, അവർ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിച്ചാൽ, അവർ സകാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരാണ്. എന്താണ് അതിന്റെ മറുവശം? അവർ പാശ്ചാത്യപ്പെട്ട് മടങ്ങിയിട്ടില്ലെങ്കിൽ, നമസ്കാരം അവർ ഒരുമിച്ച് നിർവഹിക്കുന്നില്ലെങ്കിൽ, സകാത്ത് അവർ സാമൂഹ്യമായി നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ മതത്തിൽ നിങ്ങളുടെ കൂട്ടുകാരല്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുവിൻ, സകാത്ത് കൊടുക്കുവിൻ, വർക്കഉ മഅർ റാക്കിഈൻ, റുകൂഅ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ റുകൂഅ് നിർവഹിക്കുകയും. തീർച്ചയായും സത്യവിശ്വാസികൾ വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത വയുതൂന അസ്സകാത വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. സൂറത്തു തൗബയിലെ 77-ാമത്തെ വചനം. സത്യവിശ്വാസികളും സത്യവിശ്വാസികളും പരസ്പരം ആത്മമിത്രങ്ങളാകുന്നു. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അവർ നമസ്കാരം ശരിയാം വിധം നിർവഹിക്കുന്നു. അവർ സക്കാത്ത് കൊടുക്കുന്നു. അവർ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കേണ്ട പ്രകാരം അനുസരിക്കുകയും ചെയ്യുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് കടാക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ കടാക്ഷം പിന്നീട് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം നമുക്കിടയിൽ ആത്മമൈത്രി ബന്ധം നിലനിർത്തണം. സത്യവിശ്വാസികളുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരം സംഘടിതമായി നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് ഈ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ വിചാരിച്ചു പോയി, ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി ഒരു വ്യക്തിയോട് ബാങ്ക് കൊടുക്കാൻ, തുടർന്ന് ഇഖാമത്ത് കൊടുക്കാൻ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. തുടർന്ന് ഞാൻ നമസ്കാരത്തിലേക്ക് വരാതെ പിന്തു നിൽക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് പോവുക, എന്നിട്ട് അവർ സമേതം ആ വീടുകൾ ചുട്ടുകരിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിലുള്ള പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ നിദാഅ വലം യഅതി ഫലാ സലാത ലഹു ഇല്ലാ മിൻ ഉദ്ർ. ഒരു വ്യക്തി ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, എന്നിട്ടോ ആ ബാങ്ക് കൊടുക്കുന്നിടത്ത് വന്നുകൊണ്ട് അവൻ നമസ്കാരത്തിന് ഉത്തരം ചെയ്തില്ല, ഫലാ സ്വലാത ലഹു, അവന് നമസ്കാരമില്ല, ഇല്ലാ മിൻ ഉദ്രിൻ, ഉദ്റുണ്ടെങ്കിലല്ലാതെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് മൽ ഉദ്ർ, എന്താണ് ഉദ്ർ എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖൗഫുൻ ഔ മറദ്, ഭീതി ഉണ്ടാവുക, അല്ലെങ്കിൽ രോഗമുണ്ടാവുക, ഭൗതികമായിട്ടുള്ള ഭീതി നിലനിൽക്കുക, അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാവുക, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിത്തീരുക, അതല്ലെങ്കിൽ മറ്റുള്ള ചില കെടുതികൾ കാരണത്താൽ പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക, മനുഷ്യന്മാർ തന്നെ സൃഷ്ടിക്കുന്ന ബോംബ് വർഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമുള്ള മാരകമായ രോഗത്തിന് അടിമപ്പെട്ടാൽ, അത് രണ്ടും ഉദ്റാണ്. അതല്ലാത്ത ഒരു കാരണവും ഉദ്റല്ല. ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് ആ ബാങ്കിന് ഉത്തരം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് അന്ധനായ ഒരു വ്യക്തി ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെ, എനിക്ക് ഉദ്റുണ്ടോ? എനിക്ക് കണ്ണു കാണില്ല, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴികാട്ടിയില്ല,
മാത്രമല്ല ഞാൻ നടന്നു വരുന്ന വഴിയിൽ വന്യമൃഗങ്ങളുടെ പാമ്പുകളുടെ ഒക്കെ ശല്യമുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് നമസ്കരിക്കുവാനുള്ള ഉദുറുണ്ടോ? പ്രവാചകൻ അദ്ദേഹത്തിന് ഉദുർ കൊടുത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, അൽതസ്മഅ, താങ്കൾ ബാങ്ക് കേൾക്കുമോ? കണ്ണു കാണില്ല, പക്ഷേ താങ്കൾ ബാങ്ക് കേൾക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഫഖാല നഅം, പ്രവാചകരെ ഞാൻ ബാങ്ക് കേൾക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅജിബ്, എങ്കിൽ ആ ബാങ്കിൽ ഉത്തരം ചെയ്യുക എന്നുള്ളത് നിനക്ക് നിർബന്ധമാണ്. ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വന്ന് സംഘടിതമായ നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹഉലാഇ സ്വലാ ഹൈതു യുനാദാ ബിഹിന്ന വഇന്ന അല്ലാഹ ശറഅ ലിനബിയിക്കും سنن الهدى وإنهن من سنن الهدى ولو أنكم صليتم في بيوتكم كما يصلي هذا المتخلف في بيته لتركتم سنة نبيكم ولو تركتم سنة نبيكم لضللتم. ആരെങ്കിലും നാളെ അല്ലാഹുവിനെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെ നിന്നാണോ അല്ലാഹുവിന്റെ വിളി വരുന്നത്, എവിടെ നിന്നാണോ ബാങ്ക് വിളി കേൾക്കുന്നത്, അവിടെ വന്നുകൊണ്ട് ആ ബാങ്കിൽ അവൻ ഉത്തരം ചെയ്യട്ടെ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രവാചകനും സന്മാർഗ ചര്യ നിയമമാക്കിയിരിക്കുന്നു. പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുക എന്നതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയിൽപ്പെട്ടതാണ്. നിങ്ങളെങ്ങനെ പിന്തി പിന്നാക്കം പോകുന്ന വ്യക്തി വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത് പോലെ നിങ്ങളും വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയെ നിങ്ങൾ പരിത്യജിച്ചിരിക്കുന്നു. വലോ തറക്തും സുന്നത നബിയിക്കും ലദലത്തും, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്മാർഗ ചര്യയെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിഴച്ചു പോയത് തന്നെ. എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഖദ് റഅയ്തുനാ, ഞങ്ങളെ കണ്ടു. ഞങ്ങൾ വീട്ടിലായാൽ, ഞങ്ങൾക്ക് രോഗം കൊണ്ട് പ്രയാസമുണ്ടായാൽ, പ്രായാധിക്യമുണ്ടായാൽ ഉണ്ടായാലും പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഞങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി രണ്ടാളുകളുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ചുമലിൽ താങ്ങിക്കൊണ്ട് പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുന്നു. അത്രമാത്രം ഞങ്ങൾക്ക് സംഘടിതമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അത്രയും ശക്തമായ അധ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് എന്നും. അതുകൊണ്ട് നാം ബോധവാന്മാരാകണം. എവിടെയെങ്കിലും നമുക്ക് വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്താൻ നാം സന്നദ്ധമാകണം. എപ്പോഴെങ്കിലും നമുക്ക് കൂടുന്ന സന്ദർഭത്തിൽ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ അതതിന്റെ പൂർണ്ണതയിൽ എത്തുകയില്ല എന്ന് നാം ഉൾക്കൊള്ളണം. പള്ളിയിൽ വന്ന് ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വന്ന് സംഘടിതമായ നമസ്കാരത്തിൽ പങ്കാളിയാവുക എന്നത് തന്നെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത് എന്നാണ് അർത്ഥശങ്കക്കിടമില്ലാ വിധം എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് നാം ആ പാഠഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും പൂർണ്ണ മുസ്ലിമായി മാറുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. നമസ്കാരത്തിന്റെയും സംഘടിതമായ നമസ്കാരത്തിന്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. പള്ളിയിൽ വന്ന് സംഘടിതമായ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമാമും മഅ്മൂമും എന്തു ചെയ്യണം? നിർബന്ധമായ നമസ്കാരം പൂർണ്ണമായും നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമാമും മഅ്മൂമും പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇമാം അല്പസമയം അവിടെ ഇരിക്കണം. സുമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അഖ്ബല അലൈനാ ബിവജ്ഹിഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് അഭിമുഖമായിരിക്കും. ഇടത്തോട്ടല്ല, വലത്തോട്ടല്ല, അഭിമുഖമായിരിക്കും. എന്നിട്ടോ പ്രവാചകൻ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും നോക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ ഒരു ദിക്ർ നിർവഹിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നുള്ള റിപ്പോർട്ടിൽ കാണാൻ നമുക്ക് സാധിക്കും, മക്കത്തെ യസീറാണ്, അടുത്ത് തന്നെ അല്പസമയമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയും പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ട്, പുരുഷന്മാരുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീകൾക്ക് പിരിഞ്ഞു പോകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. ഫർദ് നമസ്കാരം നിർവഹിച്ച് സലാം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ സ്ത്രീകൾ എഴുന്നേൽക്കും. പിന്നീട് ആ പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നോ എന്ന് അറിയാത്ത വിധം പെണ്ണുങ്ങൾ ആണുങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഇത്രയും പറയുന്ന നേരമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഇത്രയും പറയുന്ന അത്ര സമയം മാത്രമേ പ്രവാചകൻ അവിടെ അഭിമുഖമായി ഇരുന്നുള്ളൂ. പിന്നീട് പ്രവാചകൻ വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് പ്രവാചകൻ പോകും. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള ദിക്റുകൾ ചൊല്ലും. ആ ദിക്റുകൾക്ക് ശേഷം പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട്. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ കൈ ഉയർത്തേണ്ടതുണ്ടോ? കൈ ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷ പണ്ഡിതന്മാരുണ്ട്. കൈ ഉയർത്താതെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഭൂരിപക്ഷ സലഫി പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രാർത്ഥനകളിൽ കൈ ഉയർത്തുക എന്നുള്ളത് ആദാബ് ദുആ, പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്നിട്ടില്ലാത്ത സന്ദർഭങ്ങളിൽ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുക എന്നതാണ് പ്രവാചകന്റെ മാതൃക. ശൈഖുൽ ഹദീസ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് നമസ്കാര ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലം യേത് ദലീലും, ആ വിഷയത്തിൽ യാതൊരു തെളിവും വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർദ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നതിന് യാതൊരു പ്രമാണവുമില്ല, യാതൊരു തെളിവുമില്ല, യാതൊരു ഹദീസും വന്നിട്ടില്ല, സ്വഹീഹായി വന്നിട്ടില്ല. അതേപ്രകാരം ഒന്നുകൂടി അദ്ദേഹം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ കാണുന്നത് പോലെ ഫർദ് നമസ്കാരത്തിന് ശേഷം ഇമാം പ്രാർത്ഥിക്കുന്നു, മഅ്മൂമിങ്ങൾ ആമീൻ പറയുന്നു. ഈ ഒരു സമ്പ്രദായം അത് ബിദ്അത്താണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ ശാഫി മദ്ഹബിൽ പോലും അഫ്ളലായിട്ടുള്ളത് ഇമാം ഇടത്തോട്ടോ വലത്തോട്ടോ പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്, അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോടും ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഇസ്തിസ്ഖാ, ഖുത്ബത്തുൽ ഇസ്തിസ്ഖാ, ആ സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഖുത്ബയിൽ പ്രവാചകൻ നിർവഹിച്ചപ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയ്യാമത്ത് തശ്രീഖിൽ, ഹാജിമാർ അയ്യാമത്ത് തശ്രീഖിൽ ജംറത്തുൽ ഊലയിലും ജംറത്തുൽ സാനിയയിലും കല്ലെറിയുമ്പോൾ അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വേറെയും ചില സന്ദർഭങ്ങളുണ്ട്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് കൃത്യമായി പരിചിതമായ പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്ന ആരാധനകൾ, ആ ആരാധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്താത്ത സന്ദർഭങ്ങളിൽ കൈ ഉയർത്താതിരിക്കുക എന്നതാണ് പ്രവാചകന്റെ ചര്യയോട് ഏറ്റവും യോജിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. ഖുത്ബത്തുൽ ജുമുഅ, ജുമുഅ പ്രാർത്ഥന, ജുമുഅ പ്രസംഗം, പ്രഭാഷണം,
ഈ പ്രഭാഷണത്തിന്റെ മധ്യയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ഇമാമോ മഅ്മൂമിങ്ങളോ കൈ ഉയർത്തേണ്ടതില്ല. ഏത് ഖുത്ബ, പെരുന്നാൾ ഖുത്ബ, ആ ഖുത്ബയിൽ പ്രാർത്ഥനകൾ വരികയാണെങ്കിൽ അവിടെ കൈ ഉയർത്തേണ്ടതില്ല. അതേപ്രകാരം ബൈന സജ്ദത്തൈൻ, 2 സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥനയുണ്ട്, അവിടെ കൈ ഉയർത്തേണ്ടതില്ല. അവസാനത്തെ തശഹ്ഹുദിൽ പ്രാർത്ഥനയുണ്ട്, അവിടെ കൈ ഉയർത്തേണ്ടതില്ല. അതേ പ്രകാരം ദുബ്ര കുല്ലി സലാം, എല്ലാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ അവിടെയും കൈ ഉയർത്തേണ്ടതില്ല. ലിഅന്നഹു ലം യസ്ബുത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദലീൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ യാതൊരു ദലീലും യാതൊരു പ്രമാണവും വന്നിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കർമ്മം സ്വീകരിക്കുന്നതിനും ഒരു കർമ്മം ഒഴിവാക്കുന്നതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക സ്വീകരിക്കുക എന്നതാണ് വേണ്ടത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദാത്തമായ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം അവസാനിപ്പിക്കുന്നത്. അഥവാ സുന്നത്തിനോടും പ്രവാചക ചര്യയോട് ഏറ്റവും യോജിച്ചിട്ടുള്ളതും ഫർള് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൈ ഉയർത്താതിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കൈ ഉയർത്തിയിട്ടില്ല, സഹാബികളും ഉയർത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രവാചക ചര്യ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ കൈ ഉയർത്തിയിടത്ത് കൈ ഉയർത്തുക, പ്രവാചകൻ കൈ ഉയർത്താത്തിടത്ത് കൈ ഉയർത്താതിരിക്കുക എന്നതാണ് വേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്കും നാഥാനെ തുറവിയും സമാധാനവും നൽകുമാറാകണമേ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنك ساءت مستقرا مقاما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم أيد وحدة الموحدين وفرق بين صفوف الكافرين ومزق كل ممزق بين أعداء الدين يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.